എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള ഒരു പൊള്ളി ഐറ്റം ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിഴി പൊറോട്ടയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കേരളത്തിൽ വളരെ ട്രെൻഡി ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭവമാണിത്. എല്ലാ ഹോട്ടൽസിലും തന്നെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പമായിട്ട് ചെയ്ത് നോക്കാവുന്ന ഒരു വിഭവമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ആദ്യം ചെയ്തെടുക്കേണ്ടത് ഒരു അടിപൊളി ബീഫ് കറി തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ബീഫ് കറി തയ്യാറാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ എന്താ വീട്ടിൽ കുരുമുളകൊക്കെ നിറയെ ഉണ്ടായി, അത് ഉണങ്ങി കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, പുറത്ത് ഉണക്കാനിട്ടിരിക്കുന്ന കുരുമുളകിൽ നിന്ന് പോയിട്ട് കുറച്ച് കുരുമുളകൊക്കെ പറക്കിയെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കണ്ടുവരാം. ഇതാ ഇവിടെ കുറച്ച് കുരുമുളക് ഉണക്കാനിട്ടിട്ടുണ്ട്. വീട്ടിലുണ്ടായ കുരുമുളക് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ അടുത്തുള്ള കുറച്ച് വിശേഷങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. ഇതാ ഇവിടെ നിൽക്കുന്നത് ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ആപ്പിൾ മരം ഉണ്ടെന്ന്. അതുപോലെ ആപ്പിൾ കുറേശ്ശെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു നാരകത്തിൻ്റെ തൈ വാങ്ങി വെച്ചിരുന്നു. ഇപ്പോൾ ഇത് അതിലെല്ലാം നല്ലോണം കായ്ച്ചു തുടങ്ങി. ഇപ്പോൾ ഇത് ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചെറുനാരങ്ങയുടെ തൈയാണിത്. അതിനകത്തൊക്കെ കുറച്ച് ചെറുനാരങ്ങയൊക്കെ അത് അവിടെ ഉണ്ടായി വരുന്നുണ്ട്. ചെറിയ തൈയാണ് കേട്ടോ, പക്ഷെ നിറയെ പിടിച്ചിട്ടുണ്ട്. അതിൽ ഇതാ ഈ സൈഡിലൊക്കെ അതാ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇനി ഇതാ നമുക്ക് നമ്മുടെ ആപ്പിൾ എങ്ങനെയാണ് ഉണ്ടായി നിൽക്കുന്നത് കാണാം. ഗ്രീൻ ആപ്പിളാണ് കേട്ടോ, ഒരുപാട് വലുപ്പമുള്ളതല്ല, എങ്കിലും അത്യാവശ്യം വലുപ്പമൊക്കെ വരുന്നത്. അവിടെ നിറച്ച് കൊല കൊലയായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ചെറുതായിട്ട് ഉണ്ടായി വരുന്നതേ ഉള്ളൂ, പാകമായിട്ടില്ല. ഇതാ കണ്ടോ, കുറേ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കൊമ്പിലും ഇതുപോലെ തന്നെ നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട്. ഇതാ ഇവിടെ കാണുന്നത് മുരിങ്ങയാണ്, നിറച്ച് ഇലയിട്ട് നല്ല തളിർത്ത് നിൽക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാനുള്ള ഐറ്റംസ് നോക്കാം. പച്ചമുളക്, ഇഞ്ചി, ചെറുള്ളി, തേങ്ങ, കശുവണ്ടി, കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, ഇത്ര ഐറ്റംസ് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇതവിടെ ഒരു 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, തക്കാളി, സവോള, അതുപോലെ മല്ലിയില. പിന്നെ പൊടികൾ നമ്മൾ ചേർക്കുന്ന ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കാച്ചാനായിട്ട് വറ്റൽമുളക്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ അരയ്ക്കാനുള്ളത് റെഡിയാക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കാം കേട്ടോ. ഇതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിലേക്ക് ഇറച്ചിയിട്ട് കൊടുത്തു. അതിലേക്ക് എല്ലാ മസാലപ്പൊടികളും ചേർക്കുകയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ബീഫ് കറിയാണ് കേട്ടോ. ഇതായപ്പോൾ നമ്മൾ നന്നായി അതിൽ തിരുമ്മി യോജിപ്പിക്കുകയാണ്. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ അരിഞ്ഞു വെച്ച എല്ലാ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച സവാള ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം വെച്ച് നമുക്ക് നന്നായി തിരുമ്മി യോജിപ്പിക്കാം. നല്ലോണം ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല പോലെ തന്നെ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഇത് തിരുമ്മി യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാൻ വെക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്തിരി ഗ്രേവി ആയിട്ട് നമുക്ക് എടുക്കേണ്ട ഒരു കറിയാണ്. കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ വേണം, എന്നാൽ വളരെ ലൂസാവാനും പാടില്ല. അപ്പോൾ നമുക്കിതിനി അടച്ച് വെച്ച് നല്ലോണം വേവിക്കാം. അതുപോലെ തന്നെ നമുക്ക് അത് വേവണ സമയം കൊണ്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടും. മാത്രമല്ല ഇത് ഇത്തിരി റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് നന്നായിട്ട് സോട്ടായി വരട്ടെ. അതിലേക്ക് ഇനി ഞാൻ നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ അരച്ച് വെച്ച ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, അതുപോലെ തന്നെ ജീരകം, ഇത്രയും സാധനങ്ങൾ കൂടി അരച്ചത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ.
ഇത് നല്ലോണം ഇതിൽ കിടന്ന് മൂത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പച്ച മണമൊക്കെ മാറി നന്നായിട്ട് റോസ്റ്റായിട്ട് വരട്ടെ. ഇതാ ഇപ്പം നമുക്ക് ഏകദേശം നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത ആ ബട്ടർ വിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ, ഈ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്ത് ഞാൻ നന്നായിട്ട് ഇളക്കുകയാണ്. നല്ലോണം മസാലകളെല്ലാം കൂടി ചേരട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ ഇത്. നമുക്ക് കിഴി പൊറോട്ട എന്ന് മാത്രമല്ല വേറെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്കിവിടെ കാച്ചാനുള്ളത് റെഡിയാക്കാം. എണ്ണ ചൂടാക്കി അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു ഇത്തിരി ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അത് വളരെ കുറച്ച് മതി കേട്ടോ. ഇഞ്ചി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുത്തു. ഇതെല്ലാം നന്നായി മൂത്ത് വരട്ടെ. ഇതിലേക്ക് ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കറികളിലൊക്കെ ധാരാളം കറിവേപ്പില ചേർക്കാറുണ്ട് കേട്ടോ. ഇത് ശരീരത്തിന് വളരെ നല്ല സാധനം ആയതുകൊണ്ടാണ് ഞാനത് ചേർക്കുന്നത്. മാത്രമല്ല ഇവിടെ ഒരുപാട് കിട്ടാനും ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിതിൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിക്ക് മൂത്ത് വരട്ടെ. നല്ലോണം ഫ്രൈ ആവട്ടെ ഇതിവിടെ കിടന്നിട്ട്. ആ എണ്ണയിലൊക്കെ കിടന്ന് നല്ല തളയൊക്കെ വരുന്നുണ്ട്. ഉള്ളി നല്ലോണം മുരിയട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ താളിച്ച് കഴിയുമ്പോൾ തന്നെ കറികൾക്കൊരു പ്രത്യേക മണവും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. എനിക്ക് ഒരുവിധം കാച്ചിയ കറികളൊക്കെ വലിയ ഇഷ്ടമാണ്. എന്താ നമ്മളിപ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. അതും എല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ തീയൊന്ന് ചെറുതാക്കി വെക്കുകയാണ്. കരിഞ്ഞു പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തീ കുറച്ചത് കേട്ടോ. പിന്നെ ഇതുവരെ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആവട്ടെ. ആ നേരത്തേക്ക് നമുക്ക് നമ്മുടെ കറിയിൽ ഒരു കുഞ്ഞ് സീക്രട്ട് സാധനം ചേർക്കാനുണ്ട്. പ്രത്യേകിച്ചൊന്നുമല്ല, മല്ലിയിലയാണ് നമുക്ക് ചേർക്കാനുള്ളത്. അത് കുറച്ചൊന്ന് നന്നായി പിച്ചി ആ മല്ലിയില അതിനകത്തോട്ട് ഇടാം. അപ്പോഴാണ് അതിൻ്റെ മണവും അതിൻ്റെ ഒരു രുചിയൊക്കെ ആ കറിയിലേക്ക് ഇറങ്ങുള്ളൂ. ഒന്ന് നന്നായി തിളക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഈ മല്ലിയില ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ സ്മെല്ലൊക്കെ നല്ല രീതിയിൽ തന്നെ ആ കറിയിലേക്ക് പിടിച്ച് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ കാച്ചണ ഇൻഗ്രീഡിയൻസിലേക്ക് ഞാൻ പറഞ്ഞ ലാസ്റ്റ് സംഭവം ചേർക്കാൻ പോവാണ്. കുറച്ച് കശുവണ്ടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ ഇത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ നല്ല രുചിയാണ് കേട്ടോ ആ കറിക്ക്. ഇപ്പം നമ്മുടെ താളിക്കാനുള്ളതെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിക്കാം. കണ്ടോ, ആ കാച്ച് ആ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കിയ കറിക്ക്. ആ കശുവണ്ടി വറുത്തതും ഉള്ളിയും ആ വറ്റൽമുളകൊക്കെ കിടക്കണ കാണാൻ അടിപൊളിയായിട്ടില്ലേ. നല്ലൊരു വിഭവം കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതാ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് എന്ത് ഭംഗിയാണെന്ന് കാണാൻ. അപ്പോൾ എൻ്റെ നല്ല അടിപൊളി ബീഫ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല ചൂട് പൊറോട്ടയിലേക്ക് ഈ ബീഫ് കറി വെച്ച് കിഴി കെട്ടാം. ഇതാ നല്ല ചൂട് പൊറോട്ട. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. ഇവിടെ തൃശ്ശൂർ അടിപൊളി പൊറോട്ട കിട്ടുന്നൊരു സ്ഥലമുണ്ട്, അക്ഷയ ഹോട്ടൽ എന്ന് പറയും. അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നല്ല പൊറോട്ടയാട്ടോ ഇവിടുത്തെ. നല്ല ലെയറായിട്ട് കിട്ടുന്ന നല്ല മൊരിഞ്ഞ പൊറോട്ടയാണ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു പൊറോട്ട വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് ഇതാ ഞാനിവിടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബീഫ് കറി ഇട്ട് കൊടുക്കുകയാണ്.
ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊത്തിയരിഞ്ഞ സവോളയും മല്ലിയിലയൊക്കെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പൊറോട്ട വയ്ക്കാം. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തന്നെ നമ്മൾ ബീഫ് കറി ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം തന്നെ ബീഫ് കറി ഇട്ട് കൊടുത്തോളൂ. യാതൊരു ക്ഷാമവും ഇല്ല, ധാരാളമായിട്ട് നമുക്ക് ബീഫ് കറീൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നമ്മുടെ കൊത്തിയരിഞ്ഞ സവോളയും മല്ലിയിലയും ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ വാഴയില വെച്ച് കിഴി കെട്ടാം. സൂക്ഷിച്ച് കെട്ടണം, ഇല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാട്ടിയല്ല തന്നെയാണ്, എങ്കിലും ഒന്ന് സൂക്ഷിച്ചൊക്കെ കെട്ടിക്കൊടുക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല ചൂടായിട്ടുണ്ട് പാൻ. ഇനി നമുക്ക് നമ്മുടെ കിഴി അതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ അവിടെ 2 കിഴിയാക്കി വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം ചൂടാവട്ടെ. ആ വാഴയില നന്നായി വാടി അതിനകത്ത് കിടന്ന് ആ പൊറോട്ട ആ കറിയൊക്കെ ഒന്ന് നന്നായി ചേർന്ന് അതിൽ ആ സവോളയുടെയൊക്കെ നല്ലൊരു മണത്തോടു കൂടി നമുക്കത് എടുക്കാൻ പറ്റും. ഇതാ അപ്പം നമ്മുടെ കിഴി നല്ലോണം ചൂടായി കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ കിഴി വെക്കാണ്ട്. ഇനി നമുക്കത് തുറന്ന് നോക്കാം. ഇതാ ഞാൻ നമ്മുടെ കിഴി പൊറോട്ട തുറക്കുകയാണ്. ആഹാ, നല്ല മണവും നന്നായിട്ട് ആ കറിയും പൊറോട്ടയൊക്കെ നന്നായി ചേർന്നിട്ടുണ്ട്. ആ അരിഞ്ഞിട്ട സവോളയുടെയും മല്ലിയിലയുടെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നല്ല ചൂടാണ്, ഞാനിതൊന്ന് പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുള്ള ശ്രമമാണ് കേട്ടോ. നല്ല ചൂടാണ്, എനിക്ക് പിടിച്ചിട്ട് കിട്ടണില്ല. നല്ല ചൂടുണ്ട്. കണ്ടോ, പൊറോട്ടയൊക്കെ നല്ല ലെയറായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഈ ഉദ്യമം പതുക്കെ അങ്ങ് ഉപേക്ഷിക്കാൻ പോവാണ്. എൻ്റെ കെട്ടിയവനെ കൊണ്ട് ഞാനിത് ചെയ്യിപ്പിക്കാം കേട്ടോ. എൻ്റെ കൈ പൊള്ളിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ഇത് പതുക്കെ ഞാൻ അങ്ങേർക്ക് കൈമാറുകയാണ്. ഇതാ ഇനി അദ്ദേഹം നിങ്ങൾക്ക് കാണിച്ചു തരും ഇതെങ്ങനെയാണ് പൊളിച്ചെടുത്ത് ഈ ബീഫും കൂട്ടി കഴിക്കുന്നതെന്നുള്ളത് കേട്ടോ. ഇതാ ഇനി ഒരു കഷ്ണം ബീഫും കൂടി എടുത്ത് ആ ചാറിലൊക്കെ ഒന്ന് മുക്കി ഇതാ നമ്മുടെ അടിപൊളി കിഴി പൊറോട്ട ഇവിടെ അതാ റെഡിയാണ് കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ലൊരു വിഭവമാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും, വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ബൈ.